Good morning all. Next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ER diagram ആണ്. As we know, the entity relationship data model is based on perception of real world that consists of collection of basic objects. നമ്മൾ ER മോഡൽ റിലേഷൻഷിപ്പ്, അതായത് ഡാറ്റ മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡാറ്റ മോഡൽ കൊണ്ടുവന്നതിൻ്റെ ബേസിലായിരുന്നു. അതായത് റിയൽ വേൾഡിലുള്ള ബേസിക് ഒബ്ജക്ട്സ്, അതായത് എൻറ്റിറ്റീസൊക്കെ അതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, ഈ ഒരു എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം എൻറ്റിറ്റീസ്, അതായത് ഇത്തരം എൻറ്റിറ്റീസുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്സ് അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡാറ്റ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ER diagram can express the overall logical structure of a database graphically. നമ്മളിപ്പോൾ പറഞ്ഞ ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ER ഡയഗ്രാം. ഓവറോൾ ഒരു ലോജിക്കൽ സ്ട്രക്ചർ, നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ഓവറോൾ ലോജിക്കൽ സ്ട്രക്ചറാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ER diagrams are simple and clear qualities that may well account in large part for the widespread use of the ER model. ER ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് സിമ്പിളാണ്, അതേപോലെ ക്ലിയർ ക്വാളിറ്റീസ് ഉള്ളതാണ്. അതായത് ക്ലിയർ ആണ് കൺസെപ്റ്റുകൾ, അതേപോലെ തന്നെ അത്രയും ക്ലാരിഫിക്കേഷൻസൊക്കെ ആ ഒരു ഒറ്റ ഡയഗ്രാം വെച്ചിട്ട് തരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ER മോഡൽ എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡായിട്ട് ഇന്ന് എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ മോഡലാണ് ER മോഡൽ. ദെൻ ER ഡയഗ്രത്തിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. ഈ കൺസെപ്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇത്തരം ഡയഗ്രത്തിനകത്തുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒന്ന് റെക്റ്റാങ്കിൾസ് ആണ്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൻറ്റിറ്റി സെറ്റിനെയാണ്. ദെൻ എലിപ്സ് ഉണ്ട്, ഓവൽ ഉണ്ട്, ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആട്രിബ്യൂട്ട്സിനെയാണ്. അതിനകത്ത് തന്നെ ഡബിൾ എലിപ്സും ഉണ്ട്, ഡാഷ്ഡ് എലിപ്സും ഉണ്ട്. ഡബിൾ എലിപ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഡാഷ്ഡ് എലിപ്സ് എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ്. പിന്നെ ഉള്ളത് ഡയമണ്ട്സ് ആണ്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് സെറ്റിനെയാണ്. പിന്നെ ഉള്ളത് ലൈൻസ് ആണ്, അത് ആട്രിബ്യൂട്ട്സിന് ലിങ്ക് ചെയ്തിട്ട് എൻറ്റിറ്റി സെറ്റിനെയും എൻറ്റിറ്റി സെറ്റിൽ നിന്ന് റിലേഷൻഷിപ്പ് സെറ്റിക്കൊക്കെ എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യുന്നതാണ് നമ്മുടെ ലൈൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡബിൾ ലൈൻസ് ഉണ്ട്, വിച്ച് ഇൻഡിക്കേറ്റ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ആൻ എൻറ്റിറ്റി ഇൻ എ റിലേഷൻഷിപ്പ് സെറ്റിലുള്ള ഒരു ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡബിൾ ലൈൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡബിൾ റെക്റ്റാങ്കിൾസ് ഉണ്ട്, ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വീക്ക് എൻറ്റിറ്റി സെറ്റിനെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് കൺസെപ്റ്റുകളൊക്കെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ER ഡയഗ്രത്തിനകത്തുള്ള ഒരു ബേസിക് കൺസെപ്റ്റുകളാണ്. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ER ഡയഗ്രത്തിനുള്ള ഒരു എക്സാമ്പിളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു എൻറ്റിറ്റി ഉണ്ട് കസ്റ്റമർ, വേറൊരു എൻറ്റിറ്റി ഉണ്ട് എന്താണ് ലോൺ ഉണ്ട്. സോ രണ്ട് എൻറ്റിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പ് കൊടുത്തുള്ളത് എന്താണ്, ബോറോവർ ആയിട്ടാണ്. അതായത് കസ്റ്റമർ, ബോറോവർ, ലോൺ, ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ കസ്റ്റമറിൻ്റെ കേസ് നോക്കുമ്പോൾ അതിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ID ഉണ്ട്, നെയിം ഉണ്ട്, സ്ട്രീറ്റ് ഉണ്ട്, സിറ്റി, അതായത് അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആട്രിബ്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് പ്രൈമറി കീ ആയതുകൊണ്ടാണ് ഈ ആട്രിബ്യൂട്ടിന് മാത്രം അണ്ടർലൈൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലോൺ നമ്പർ, എമൗണ്ടാണ് ഉള്ളത്. ഇതിനകത്ത് ലോൺ നമ്പറിനാണ് അണ്ടർലൈൻ കൊടുത്തിട്ടുള്ളത്, കാരണം അത് ഒരു പ്രൈമറി കീ ആണ്. സോറി കേട്ടോ, നേരെ 1:13 ഓക്കെ. എവിടെ എത്തി പറഞ്ഞ്? ഓക്കെ. അപ്പോൾ എൻറ്റിറ്റി പിന്നെ റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് എന്താണ്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നെക്സ്റ്റ് നമ്മളിനി വേറൊരു എക്സാമ്പിൾ, ഇത് ജസ്റ്റ് ഒരു ബേസിക് ഒരു ER ഡയഗ്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൊരു എക്സാമ്പിൾ ആട്ടോ. അതായത് ഇങ്ങനെയാണ് ER ഡയഗ്രം വരയ്ക്കുക, എന്തൊക്കെ എൻറ്റിറ്റീസാണുള്ളത് അത് വരയ്ക്കുക, പിന്നെ ഓരോന്നിനെയുള്ള ആട്രിബ്യൂട്ട്സ് എന്തൊക്കെ വെച്ച് വരയ്ക്കുക, പിന്നെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും വരയ്ക്കുക. ഇനി ഇതിൻ്റെ വേറെ 2 മോഡൽ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു വേറെ ടൈപ്പ് ഓഫ് ER ഡയഗ്രാണ്. ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്, പിന്നെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, പിന്നെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എങ്ങനെ ഈ ഒരു ഫിഗറിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കും? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ആണ് ഒരു എക്സാമ്പിൾ. മൾട്ടി വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പറാണ് അതിന് എക്സാമ്പിൾ. അതായത് ഡബിൾ എലിപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടിന് എക്സാമ്പിൾ എന്താണ്, ഏജ് ആണ്. കണ്ടോ, ഡാഷ്ഡ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്, അതെന്താണ്, ഏജ് ആണ്. അതൊരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടാണ്. അപ്പോൾ നമ്മളിത് ഡ്രോ ചെയ്യുമ്പോൾ, ER ഡയഗ്രം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക? കസ്റ്റമർ എന്ന് പറഞ്ഞത് ഒരു എൻറ്റിറ്റിയാണ്. ഇതിൻ്റെ പ്രൈമറി കീ വരുന്നത് കസ്റ്റമർ ID ആണ്. പിന്നെ ഇതെന്താ നമ്മൾ പറഞ്ഞത്, മൾട്ടി വാല്യൂഡ് ആണ്. പിന്നെ ഇത് വേറെ ആട്രിബ്യൂട്ടാണ്, ഇത് ഡിറൈവ്ഡ് ആണ്, ഇത് കോമ്പോസിറ്റ് ആണ്.
പിന്നെ ഇതിനകത്തുള്ള അഡ്രസ്സ് ഉണ്ട്, അഡ്രസ്സിന് സ്ട്രീറ്റ് ഉണ്ട്, പിന്നെ സ്ട്രീറ്റ് പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്, പിന്നെ സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ഇയർ ഡയഗ്രത്തിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇയർ ഡയഗ്രാം വിത്ത് ടെർണറി റിലേഷൻഷിപ്പ് സെറ്റ്. നോർമലി ബൈനറി റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക, നമ്മളിപ്പോൾ നേരത്തെ ഫസ്റ്റ് കണ്ടില്ല എക്സാമ്പിൾ അതുപോലെ. പക്ഷേ ചില കേസിൽ എന്താണ് ടെർണറിയും പോസിബിളാണ്. അങ്ങനെ വരുമ്പോൾ എന്താ വരിക, എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു എൻറ്റിറ്റി ഉണ്ട്, ജോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്, ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. അത് മൂന്നും കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ വർക്ക് സോൺ എന്ന് പറഞ്ഞുള്ള റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് തന്നെ മൂന്നായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതായത് എന്താണ്, ഇതൊരു ടെർണറി റിലേഷൻഷിപ്പാണ്. അപ്പോൾ ടെർണറി റിലേഷൻഷിപ്പ് എന്താണ് എന്നൊരു മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, മാർക്ക് കിട്ടുക വേണം. ഇതിനകത്ത് ഫസ്റ്റ് എൻറ്റിറ്റിക്ക് എന്തൊക്കെയുള്ളത്, എംപ്ലോയി ഐ ഡി ഉണ്ട്, നെയിം ഉണ്ട്, സ്ട്രീറ്റ് ഉണ്ട്, സിറ്റി ഉണ്ട്. ഇതാണ് പ്രൈമറി കീ. നെക്സ്റ്റ് ജോബിന് ടൈറ്റിൽ, ലെവൽ. ഇതിനകത്ത് ഇതാണ് പ്രൈമറി കീ. ഇതിന് ബ്രാഞ്ചിന് ബ്രാഞ്ച് നെയിം, ബ്രാഞ്ച് സിറ്റി, അസറ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ എൻറ്റിറ്റിക്കും എന്തുണ്ട്, പ്രൈമറി കീ ഉണ്ട്. എന്നാലേ അത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. നമ്മൾ കീസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് റോൾസ്. എന്താണ് റോൾസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ റോൾ എന്താണ്, ആസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്, എനിക്ക് നിങ്ങളെന്താണ് ടീച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റോള്. നിങ്ങളുടെ റോൾ എന്താണ്, നിങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് ലേൺ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുക, അതാണ് നിങ്ങളുടെ റോൾ. അപ്പോൾ അതായത് അതുപോലെ തന്നെ നമ്മളുടെ ഇയർ ഡയഗ്രത്തിനകത്തും റോൾസ് ഉണ്ട്. അതായത് ഇപ്പോൾ വർക്ക് സോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ കേസ് വരുമ്പോൾ അതിന് എന്തോ ഒരു സ്പെഷ്യൽ റോൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന ഒരു റോള് എന്ന് പറയുന്ന പോലെ ഇവിടെയും നമുക്ക് ഓരോ റോളുകളുണ്ട്. നമുക്ക് നോക്കാം എന്താണ് റോള്. റോൾസ് ആർ ഇൻഡിക്കേറ്റഡ് ഇൻ ഇയർ ഡയഗ്രാംസ് ബൈ ലേബലിംഗ് ദ ലൈൻസ് ആൻഡ് കണക്ട് ഡയമണ്ട്സ് ടു റെക്ടാങ്കിൾസ്. നമ്മളിവിടെ റിലേഷൻഷിപ്പും നമ്മളുടെ എൻറ്റിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ലൈൻസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക. സോ അത്തരം ലൈൻസിന് ലേബൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റോൾസ് എന്ന് പറയാം. റോൾ ലേബൽസ് ആർ ഓപ്ഷണൽ ആൻഡ് ആർ യൂസ്ഡ് ടു ക്ലാരിഫൈ സെമാൻറ്റിക്സ് ഓഫ് ദ റിലേഷൻഷിപ്പ്. റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് ഇത്ര ലേബലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷണലാണ്. കാരണം എന്താണ്, എന്ത് റിലേഷൻഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോൾ യൂസ് ചെയ്യുന്നത്. ദ ലേബൽസ് മാനേജർ ആൻഡ് വർക്കർ ആർ കോൾഡ് റോൾസ്. ദേ സ്പെസിഫൈ ഹൗ എംപ്ലോയി എൻറ്റിറ്റീസ് ഇൻ്ററാക്ട് ബൈ ദ വർക്ക്സ് ഫോർ റിലേഷൻഷിപ്പ് സെറ്റ്. ഇതിനകത്ത് മാനേജർ ഉണ്ട്, വർക്കർ ഉണ്ട്. ഇത് രണ്ടും പറഞ്ഞ റോൾസാണ്. അത് സ്പെസിഫൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ എംപ്ലോയി അതേപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് സെറ്റും ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഒരാൾ മാനേജറായിട്ടാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, മറ്റേ ആൾ വർക്കറായിട്ടാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അത്ര കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോൾസ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ജസ്റ്റ് എംപ്ലോയി, ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ എംപ്ലോയി എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വർക്ക്സ് ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു എംപ്ലോയി ഐ ഡി കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്, ടെലിഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാവാം, മാനേജർ ആവാം, സൂപ്പർവൈസർ ആവാം, ഈ ഓഫീസ് അസിസ്റ്റൻ്റ് ആവാം, എന്ത് റോളായാലും എന്താണ്, അതൊരു എംപ്ലോയി ആണ്, വർക്ക്സ് ഫോർ ദാറ്റ് കമ്പനി. അപ്പോൾ അതുകൊണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വർക്ക്സ് ഫോർ ആണ്. പക്ഷേ എന്താണ് അവരുടെ റോള് എന്ന് നമ്മളിവിടെ ലേബൽ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് മനസ്സിലാവും. അതായത് മാനേജറാണോ വർക്കറാണോ എന്നെങ്കിലും മനസ്സിലാകാൻ വേണ്ടി എന്ത് കൊടുത്തു, വർക്ക്സ് ഫോറിന് തിരിച്ച് റെക്റ്റാങ്കിൾക്ക് ആരോ കൊടുത്തിട്ട് അവിടെ മാനേജർ എന്ന് കൊടുത്തു. തിരിച്ചെന്ത് ചെയ്തു, വേറൊരു ആരോ ഇട്ട് കൊടുത്തിട്ട് അവിടെ വർക്കർ എന്ന് കൊടുത്തു. അതായത് ലേബൽ ചെയ്ത് കൊടുക്കുകയാണ് ലൈൻസ്. ഇതിനകത്ത് മാനേജർ അതേപോലെ വർക്കറൊക്കെ അവരുടെ റോള് ചെയ്യുന്നു അല്ലെങ്കിൽ റോൾസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ലൈൻസിനൊക്കെ ലേബലിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റോൾ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലല്ലേ, ജസ്റ്റ് നമ്മൾ ഇത്തരം കണക്ഷൻ കൊടുക്കുമ്പോൾ അതിന് ലേബൽ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റോൾ എന്ന് പറയുന്നത്. അതായത് മാനേജറാണോ വർക്കറാണോ സൂപ്പർവൈസറാണോ ജസ്റ്റ് ലേബൽ ചെയ്ത് കൊടുക്കുക. അതായത് ഒന്നുകൂടെ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട്, ഒന്നുകൂടെ ഐഡൻറ്റിഫിക്കേഷൻ ഈസി ആകാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഓരോ മെത്തേഡുകൾ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് കാർഡിനാലിറ്റീസൊക്കെ പഠിക്കാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. ഡൗട്ട്സൊക്കെ ക്ലിയർ ഉണ്ടെങ്കിൽ, ഡൗട്ട്സൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരും. അതേപോലെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.